അമ്മയുടെ ആ സാന്നിധ്യം ഭയങ്കരമായിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യും. ഒരു ഇല്ലാത്തൊരു സംഭവം, സാധാരണ ഒരു ത്രില്ലർ പടങ്ങളിൽ ഇല്ലാത്തൊരു സാധനമാണ് അതൊരു പുതിയ സാധനം. അന്വേഷണ കഥകൾ പറയുന്നതിനേക്കാളുപരി എല്ലാ അർത്ഥത്തിലും മ്യൂസിക് ആണെങ്കിലും രഞ്ജിൻ രാജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്ങുകളാണെങ്കിലും കൊള്ളാം. സാധാരണ ഒരു അന്വേഷണ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുലിക്കുണ്ടായിരിക്കുന്നത് പുലിക്കുട്ടി തന്നെയാണെന്ന് പറയുന്ന പോലെ തന്നെ ഡയറക്ടർ വിനയൻ സാറിൻ്റെ മകൻ വിഷ്ണു വിനയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ് ചെയ്തേക്കണമെന്നുള്ളത് പറയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. പിന്നെ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും കൊള്ളാം, സൂപ്പറാണ്. ഇതുവരെ പറയാത്ത പല രീതിയിലും നല്ലൊരു സ്ക്രീൻ പ്ലേ, അതിനേക്കാളും നന്നായിട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുന അശോകൻ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. കാവേരി മാം ആണെങ്കിലും കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ പുള്ളിക്കാരിനെ സ്ക്രീനിൽ കാണുന്ന ഒരു എല്ലാ അർത്ഥത്തിലും ഫാമിലി വന്ന് കാണാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുവരെ ആ സ്റ്റോറിയെ നല്ല രീതിയിൽ സംവിധാനം ചെയ്യാനായിട്ട് വിനയ് സാറിൻ്റെ മകന് സാധിച്ചു. പിന്നെ എടുത്തു പറയത്തക്ക ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അതായത് ഈ കഥാപാത്രങ്ങളെല്ലാം സൂട്ടബിളായിട്ട് കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അത് നന്നായിട്ടുണ്ട്, നല്ല. പിന്നെ സംഗീത മേഡം, അതെ, ചിന്താവിഷയായ ശ്യാമള എന്ന ആ സിനിമ എന്ന ആ കഥാപാത്രം ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ കഥാപാത്രം ജനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ യാതൊരു സംശയവും. ആദ്യം തന്നെ ഇതിൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അഭിലാഷ് പിള്ളി. അദ്ദേഹം ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മാളികപ്പുറം, അതിൽ ആ ഒരു ത്രില്ലിൽ തന്നെയാണ് നമ്മൾ നിന്നിരുന്നത്. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ദൂരം മുന്നോട്ട് പോയി എന്നൊന്ന് കാണിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീപാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിനയ്, നമ്മുടെ വിഷ്ണു വിനയ്, നമ്മുടെ സംവിധായകൻ വിനയൻ സാറിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം വളരെ ദൂരം അദ്ദേഹം പോയെന്ന് കാണിക്കുന്ന ഒരു ചിത്രം. ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അഭിനേതാക്കളായാലും നല്ല രീതിയിൽ, അതായത് അർജുന അശോകൻ, അപർണ, അതേപോലെ തന്നെ സംഗീത മാഡം. മലയാളത്തിലേക്ക് ചിന്താവിഷ്ടിയായ ശ്യാമള എന്നുള്ള ചിത്രം മലയാളികൾക്ക് മനസ്സിൽ പതിഞ്ഞടക്കുന്ന ഒരു ചിത്രം. ആ ഒരു ചിത്രത്തിന് ശേഷം ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമായി അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ ഒരു ചിത്രം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും, അസീസ്ക്കായാലും കോട്ടൻ നസീർക്കായാലും നന്ദു ചേട്ടനായാലും അതേപോലെ തന്നെ സിദ്ദീഖായാലും എല്ലാവരും അഭിനയിച്ചിരിക്കുന്ന പുതുമുഖമാണെന്ന് തോന്നുന്നു. ആ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്ത അവരും എല്ലാ അഭിനേതാക്കളും അവരുടെ മാക്സിമം ഇതിൽ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സംതൃപ്തി തോന്നിയ ഒരു ചിത്രം തന്നെയാണ് ആനന്ദ് ശ്രീപാല.